KTU ഡിജിറ്റൽ സർവകലാശാല നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് കടുത്ത തിരിച്ചടിയാണ്. സർക്കാരിനാകട്ടെ വൻ വിജയവും. ഇനി സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ VCയെ നിയമിക്കാനാകൂ. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിൽ എങ്ങനെയും ഇടപെടാമെന്ന ഗവർണറുടെ നീക്കത്തിനേറ്റ കടുത്ത പ്രഹരമാണ് ഡിവിഷൻ ബെഞ്ച് വിധി. സർവകലാശാലകളിൽ RSS BJP വൽക്കരണത്തിന് ഗവർണർ ശ്രമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെ ഇത് രാഷ്ട്രീയമായ തിരിച്ചടിയായും കണക്കാക്കുന്നുണ്ട്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ച ചാൻസലർ ഭരണം തുടരുന്ന രാജ്ഭവൻ നീക്കത്തിനേറ്റ കനത്ത പ്രഹരം. നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നം നടക്കുമ്പോൾ ഈ വിധി സർക്കാരിന് പിടിവള്ളിയാകുകയാണ്. വ്യവസ്ഥാപിതമായ നടപടികൾ ചാൻസലറും പാലിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ്. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത് നിയമസഭ, അതായത് സർക്കാരാണെന്നും VC നിയമനത്തിൽ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു വയ്ക്കുമ്പോൾ ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിമിതികൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും സർക്കാർ ഗവർണർ പോരിൽ നിയമപരമായ വിജയം സർക്കാരിന് കിട്ടുമ്പോൾ രാജ്ഭവന്റെ നീക്കമാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.